ഒരാളെന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, സാറ് ഈ ഡ്രസ്സുകളൊക്കെ ഈ പഴയ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് സാറ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നത്. സാറിന് കുറച്ച് പുതിയ ബനിയനൊക്കെ വാങ്ങിയിട്ടിരുന്നൂടെ? വീണ്ടും വീണ്ടും ആ ഡ്രസ്സുകൾ ഇട്ടിട്ടാണല്ലോ സാർ ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇത് പഴയ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറയും. ആക്ച്വലി ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. അതായത് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, ഞാൻ ഈ എൻ്റെ വേഴ്സയെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ എന്ന്. കാരണം ഞാൻ സാധാരണ എൻ്റെ വീട്ടിലിരിക്കുന്ന അതേ ഡ്രസ്സിലിരുന്നിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വേറെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ പിടിക്കണത് ആദ്യം ചെയ്തിട്ടുണ്ട്, 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് സമയക്കുറവ് ഒന്നത് സമയക്കുറവ്, ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്തിരിക്കാനുള്ള സമയമൊന്നുമില്ല. ഓടിപ്പടഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ പിടിക്കുക, തട്ടിക്കൂട്ടി വീഡിയോ ഒപ്പിച്ച് അങ്ങോട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അല്ലാതെ അതിന് വേണ്ടി ഒരുപാട് സമയമൊന്നും കളയാനായിട്ട് എൻ്റെ ഇല്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ശ്രമിക്കാം അതിന് വേണ്ടിയിട്ട്. കാരണം മൊത്തത്തിൽ നമ്മുടെ പ്ലാനിങ് എല്ലാം മാറ്റാനുള്ളൊരു പരിപാടിയാണ്. കാരണം എനിക്ക് ഏതാണ്ടൊരു ഹോൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഒഴിവില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വർക്ക് പോകുന്നത്. കാരണം രാവിലെ 7 മണിക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 6 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നത്. അത് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ടാകും. പിന്നെ വൈകുന്നേരം ഈ ഏകദേശം 6 മണി വരെയും ഫുള്ള് നമ്മുടെ പരിപാടികളും ക്ലയൻറ്റിൻ്റെ റിപ്ലൈ കൊടുക്കൽ, ഫോട്ടോ റീഡിങ്, ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വേറൊരു കാര്യത്തിനും പോകാനോ ഒന്നും എനിക്ക് പലപ്പോഴും പറ്റാറില്ല. അപൂർവം മാത്രമാണ് ഞാനൊരു ഒഴിവെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ പ്രോഗ്രാമുകൾ മിക്കവാറും ഏർലി മോർണിംഗിൽ തന്നെ ഹീലിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 ആകുമ്പോഴേക്കും 10 മണി, രാവിലെ 10 മണി 11 മണിക്കുള്ളിൽ നമ്മൾ പരിപാടികളെല്ലാം തീർക്കുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഹീലിങ്ങുകൾ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ രാവിലെ വന്ന് ചെയ്യണ ഒരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അത് മുഴുവനും പ്രായോഗികമായിട്ട് നടക്കില്ലെന്ന് അറിയാം. കാരണം വിദേശ രാജ്യങ്ങളിലുള്ള ഒരുപാട് ക്ലയൻറ്റ്സ് എനിക്കുണ്ട്. ഉദാഹരണം UK യിലുള്ള ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ സമയമൊക്കെ ടോട്ടലി ഡിഫറൻ്റ് ആണ്. പല കാനഡയിലുള്ള ആൾക്കാരാണെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്, നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിനകത്തും നമ്മൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ മാറി പുതിയ ഡ്രസ്സുകളൊക്കെ മേടിച്ച് വീഡിയോ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഏതായാലും എൻ്റെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞ ആൾക്ക് വളരെ നന്ദി. കാരണം നിങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ വാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനത് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ടോപ്പിക്സ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. വീഡിയോൻ്റെ ടോപ്പിക്സ് ഏതാണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബാധാവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സോളിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ, എനിക്കറിയണ കാര്യങ്ങളാണ് ഞാൻ പറയണത്. അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ പറയാനായിട്ട്. കാരണം അത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വായിച്ച് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ച് വേറെ വീഡിയോ കണ്ട് ചെയ്യാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. എൻ്റെ അനുഭവം എന്താണോ അതാണ് ഞാൻ പറയുക. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഉള്ള വീഡിയോസ് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. പുതിയ ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് കയറി വരുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു നമ്മൾ കരിഞ്ചീരത്തെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാൾക്ക് ശേഷം അത് 12K ആൾക്കാർ പ്ലസ് ആൾക്കാർ കണ്ടിട്ടുണ്ട്. സന്തോഷമുണ്ട്. അത് കുറേ കമൻറ്റ്സ് തന്നെ ഉണ്ടായിരുന്നു, നല്ല നല്ല കമൻറ്റുകളും ഒക്കെ അല്ലെങ്കിൽ ഞാൻ കണ്ടായിരുന്നു. അതെൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് ആണ് അങ്ങനത്തെ സംഭവം. ഞാനത് ഒരാൾ എനിക്ക് നേരത്തെ പറഞ്ഞു തന്നാണ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തന്നുകൊണ്ട് ഞാനത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് വിജയിച്ചുകൊണ്ടാണ് ആ വീഡിയോ ഞാനത് പറഞ്ഞത്. പക്ഷെ ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നെഗറ്റീവായിട്ടുള്ള എനർജിയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആ സാധനം കയ്യിൽ പിടിക്കുക. അതേപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇത് ഈ കിഴി കെട്ടിയിട്ട് ഈ പില്ലോൻ്റെ താഴെയിൽ വെക്കുക, പില്ലോൻ്റെ അടിയിൽ. നിങ്ങളുടെ കിടക്കുന്നതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് മറ്റേ ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് നിറച്ചിട്ട് വെക്കാവുന്നതാണ്. വേണമെങ്കിൽ മുറിയുടെ 4 കോർണറിലും വെക്കാം. അതേപോലെ ഈ സാധനം നിങ്ങളുടെ പില്ലോൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയുടെ അറ്റാക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വെച്ച് നോക്കിയിട്ടില്ല, പക്ഷേ അത് വർക്കാവും. ഞാൻ ഇത് പോക്കറ്റിൽ വെച്ചിട്ട് ഞാനിങ്ങനെ മരിച്ച വീട്ടിൽ പോയപ്പോൾ ഇത് കൊണ്ടുപോകാറുണ്ട്. അതെനിക്ക് വർക്കായി. എനിക്ക് നെഗറ്റീവ് എനർജി ഒന്നും ഇല്ലാണ്ട് ഞാൻ വളരെ കൂളായിട്ട് മടങ്ങി വന്നു. മറ്റത് വന്നു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോകൾ ഇനി നമ്മുടെ ക്ലയൻറ്റുകളെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. പുതിയ ടോപ്പിക്കുകളിലേക്ക് ഞാൻ പോകുന്നവരെയും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലോട്ട് പോകുന്നവരെയും കുറച്ച് ക്ലയൻസിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, എൻ്റെ അടുത്ത് ചെയ്തു പോയ ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരെ പറ്റിയൊന്നും നമ്മളിവിടെ ഒന്നും പറയാറില്ല.
അവരുടെ ഫോട്ടോ ഷെയറിങ്ങോ അല്ലെങ്കിൽ അവരെ പറ്റി പേര് പറയുകയോ ഒന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തു പോയ ആളുകൾക്ക് ഇപ്പോൾ കമൻറ്റ് പോലും അവർ ഇടാറില്ല, കാരണം എല്ലാവർക്കും പ്രൈവസിയാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഹീലിംഗ്, മഹാകാളി ഹീലിംഗ് ഒരാൾ ചെയ്യാൻ വന്നു, നമ്മൾ ഒരു വീഡിയോ പുതിയതായിട്ട് കാണുമ്പോൾ ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം വർക്കാവുന്നതാണോ എന്ന് നമുക്ക് തോന്നൂലേ പുതിയൊരാൾ വീഡിയോ കാണുമ്പോൾ. അപ്പം നിങ്ങളുടെ കുറേ കമൻറ്റുകൾ അതിനകത്ത് പറ്റാവുന്ന ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയണം. കാരണം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ ദോഷമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ശരിയായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ആ കമൻറ്റ് അവിടെ കിടന്നോളും, അത് ആൾക്കാർ കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ എന്നോട് കുറച്ചും കൂടിയൊക്കെ ഒരു ദാക്ഷിണ്യത്തോട് കമൻറ്റ് ചെയ്യണമെന്ന് മാത്രം. എന്നാ ചീത്തൊന്നും വിളിക്കരുത്. ചില ആൾക്കാർ വന്നിട്ട് ഇടക്കിടക്ക് ഓരോന്നൊക്കെ ഓരോന്നൊക്കെ ഇടാറുണ്ട്. നമ്മൾ ക്ലയൻസ് അല്ലാതെ ചുമ്മാ വീഡിയോ കാണുന്ന ആൾക്കാർ വന്നിരുന്നിട്ട് ഓരോന്ന് ഇടാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ചെയ്തു പോയ ആളുകൾ, ക്ലയൻറ്റുകൾ, നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കൂടി നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കോൾ വേണ്ട, ജസ്റ്റ് ഞാനിങ്ങനെ ക്യാമറ വെച്ചിട്ട് ഓഡിയോ കോളിൽ എന്നോട് സംസാരിച്ചിട്ട് എൻ്റെ ഫോണിലേക്ക് വിളിക്കുക, ഫോണിൽ സംസാരിക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ പറയുന്നത് നമുക്കിവിടെ കേൾപ്പിക്കാനായിട്ട് സാധിക്കും. പേരോ അഡ്രസ്സോ കാര്യങ്ങളോ സ്ഥലമോ ഒന്നും പറയാതെ സൈലൻ്റായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രൈവസി പോകാതെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങളും വലിയ ഒരു തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നു പോകുന്നത് എന്നുള്ള സത്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് താല്പര്യമുള്ളവർ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക. സൗകര്യം പോലെ നമുക്കത് റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്ക് കേൾപ്പിക്കാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റിയെന്ന് കാരണം പ്രൈവസി നിങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ്. പല ആൾക്കാരും വീട്ടിലൊന്നും പറയാതെയൊക്കെയാണ് ഹീൽ ചെയ്യാനായിട്ട് പലരും വരുന്നത്. രഹസ്യമായിട്ട് വന്ന് ഹീൽ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹീലിങ്ങിനെ പറ്റി ഒന്നും പറയാത്തത്. എൻ്റെ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്, ആളുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഞാനതൊന്നും നോക്കാറ് പോലുമില്ല. ചെയ്തു പോയി. പിന്നെ അത് എടുത്ത് വീണ്ടും എന്താണ് ഏതാണെന്ന് അനലൈസ് ചെയ്യാനുള്ള സമയവും ഇല്ലല്ലേ നമുക്ക്. അതുകൊണ്ടാണല്ലോ ഒരു പ്രശ്നം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവർ വരിക, നമുക്ക് മറ്റുള്ളവർക്ക് അനുഭവങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.